എന്താ പരിപാടി? വീട്ടിൽ തന്നെ ഉണ്ടോ? ആ, വീട്ടിലുണ്ട്. അപ്പൊ പേപ്പറും പെന്നൊക്കെ എടുത്ത് എല്ലാവരും എടുത്ത് പെട്ടെന്ന് റെഡി ആവാ. Here are the questions. First one, list the properties of X-rays and gamma rays. 5 marks. Second one, with a neat sketch, explain the working of real-time radiography having intensifying tubes. Questions ശ്രദ്ധിക്കണേ. Real-time radiography having intensifying tubes. Intensifying tubes വെച്ചിട്ടുള്ള റിയൽ-ടൈം റേഡിയോഗ്രഫി ആണ് ചോദിച്ചത്. വിത്ത് നീറ്റ് സ്കെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സ്കെച്ച് വേണം, എക്സ്പ്ലനേഷൻ വേണം, കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് വേണം. Then last one, what are the advantages, limitations and applications of radiographic testing? 5 marks. Questions എഴുതിയോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി. ക്വസ്റ്റൻ എഴുതിയില്ലേ? എല്ലാവരും എഴുതിയില്ലേ? റെഡി അല്ലേ? ഓക്കെ, അപ്പൊ എഴുതി തുടങ്ങിക്കോ. മെറ്റീരിയൽസ് PDF ലിൻവേസിൽ ഇട്ടിട്ടുണ്ട്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. അവനവൻ തന്നെ പേപ്പറൊക്കെ നോക്കുക, സ്റ്റഡി മെറ്റീരിയൽസ് നോക്കുക, ആൻസേഴ്സ് ഒന്ന് വായിച്ചു നോക്കുക. നോക്കി എഴുതുന്ന പരിപാടി ഒഴിവാക്കുക. നിങ്ങളുടെ സീരീസ് എക്സാമിന്റെ പേപ്പർ നോക്കിയിട്ടുണ്ട് കേട്ടോ, മാർക്കൊക്കെ നോക്കിക്കോളി. ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടെ പറയാറുണ്ട്, യൂണിവേഴ്സിറ്റി എക്സാം ഓഫ്ലൈൻ മോഡിൽ നിർബന്ധമായും നടക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കഴിഞ്ഞ 2 മാസമായിട്ട് ഇവിടെ സപ്ലിമെന്ററി എക്സാം ഓഫ്ലൈൻ മോഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഓഫ്ലൈൻ മോഡ് എക്സാം നടത്താൻ പറ്റും എന്നുള്ളതിന്റെ പ്രൂഫാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിലും മറ്റ് KTU ഗ്രൂപ്പിലൊക്കെ എക്സാം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള റൂമറൊക്കെ ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട്. അതും പ്രതീക്ഷിച്ച് നിൽക്കരുത്. എക്സാം നിർബന്ധമായും നടക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയ വിവരം. നമുക്ക് കിട്ടുന്ന വിവരമേ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റൂ. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾ അറിയിക്കും. സ്റ്റിൽ എക്സാം ഉണ്ട്, ഓഫ്ലൈൻ മോഡാണ്. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് ഒന്നും നിങ്ങളുടെ സീരീസ് എക്സാമിന്റെ പേപ്പറിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ ഒരു 3-4 ആൾക്കാരാണ് ഇതിന്റെ സോഴ്സ്. അവര് എക്സാമിന് ആൻസേഴ്സ് എഴുതും, ഫോട്ടോ എടുക്കും, ഗ്രൂപ്പിലിടും. അപ്പൊ അതിന്റെ ഡിറ്റോ കോപ്പി ബാക്കിയുള്ളവർ അതേപോലെ വരും. ഇതാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഞാൻ കണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത്. എന്നാലോ ഈ ഫസ്റ്റ് എഴുതുന്ന ആള് തന്നെ കിട്ടിയതിനെ ക്യാപ്സ്യൂൾ രൂപത്തിലാണ് എഴുതിയിട്ട് അയക്കുന്നത്. അതിനെപ്പോലും ചുരുക്കി എഴുതുകയാണ് പലരും. എന്നിട്ടും മാർക്ക് ബൗണ്ടറിയിലൊക്കെയാണ് ചില ആൾക്കാർക്ക് മാർക്ക് ഉള്ളത്. വളരെ ബുദ്ധിമുട്ടാണ്. NDT പോലുള്ള ഒരു പേപ്പർ ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. NDT പോലുള്ള ഒരു സബ്ജക്ട് ഫസ്റ്റ് ടൈം ഫെയിൽ ആകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ മെക്കാനിക്കലിലെ S7-ലും S6-ലും ഒക്കെ വരാൻ പോകുന്ന പേപ്പറുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. സോ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ കാണുക. വെറുതെ ടൈം കളയുന്ന ഒരു പരിപാടിയാക്കി മാറ്റരുത് എക്സാമുകളെ. ഒരു കാര്യം ചെയ്യാൻ ഇൻവോയ്സിലെ മെറ്റീരിയൽ എടുക്കുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈ അവർ കഴിയുമ്പോഴേക്ക് എഴുതി വെക്കണം നിർബന്ധം പിടിക്കുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിന്റെ ആൻസർ അതിൽ കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് എഴുതി തുടങ്ങിയാൽ മതി. നോക്കി ഈച്ച കോപ്പി ചെയ്യരുത്.
ഇടയ്ക്ക് വീഡിയോ ഓണാക്കാൻ പറയുമ്പോൾ ഓണാക്കിയാൽ മതി. ഗോകുൽ എന്തായി? ഗോകുൽ ഗംഗാധരൻ ഗോകുൽ ഹലോ, ഇവിടെ കേൾക്കുന്നില്ലേ? ഗോകുൽ
അറ്റൻഡൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഗൂഗിളില്ലേ, ലൈനിലില്ലേ? പോയല്ലേ? ജിഷ്ണു ദിലീപ്, ജിഷ്ണു ദിലീപ്. എന്തായി കാണട്ടെ? എഴുതി തുടങ്ങിയ ഏതാ ആൻസർ എഴുതുന്ന ഇപ്പോ? ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ക്ലിന്റ്, ക്ലിന്റ് സർ, എന്തായടാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എഴുതി കഴിഞ്ഞാ? ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടിന്യൂ കണ്ടിന്യൂ.
നീരജ് 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 ഇല്ലേ? നീരജ് കെ നാരായണൻ സാർ എന്തായി? എഴുതുന്നുണ്ട്. കാണട്ടെ. ക്യാമറ വർക്ക് ചെയ്യില്ല. അടിപൊളിയാണല്ലോ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേനോ ഫോണിന്റെ ക്യാമറ ഇതായിരുന്നു. ഇതുവരെ ശരിയാക്കിയില്ല. അത് വീണിട്ട് ഫ്രണ്ടിന്റെ ഇത് പോയിന്. ശരി. ഇപ്പൊ എന്തോരായി എഴുതിയിട്ട് എവിടം വരെ എത്തി? മൂന്നാമത്തെ എഴുതലാ, അഡ്വാൻറ്റേജസ് ഓഫ് റേഡിയോഗ്രാഫി ടെസ്റ്റിംഗ്. നടക്കട്ടെ. അമർനാഥ് വീട്ടിൽ വന്നിട്ടുള്ളേ. ഓ, ഇവിടെ പുറത്ത് വന്നിട്ടുള്ളേ, ടൗണില്. അത് ശരി. അത് നന്നായിട്ടുണ്ടല്ലോ. നീ ഇത് വെറുതെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ പോവാണ്? അതല്ല ക്ലാസ് കേൾക്കുന്നുണ്ട്. പക്ഷെ അർജന്റായോണ്ട് ടൗണിൽ വന്നെയാ. എന്തിനാവശ്യം ഇത്ര അർജന്റ്? അത് വീട്ടിൽ കുറച്ച് ആള് വന്നിട്ടുണ്ട്. അപ്പൊ സാധനം മേടിക്കണം. അമൃതാതെ, ഇതാ എന്തെങ്കിലും അങ്ങ് പറഞ്ഞേക്കെ തന്നെ അല്ലേ? എന്തെങ്കിലും ഒരു മറുപടി പറയണല്ലോ. ഈ കൊറോണ സമയത്ത് ആരുടെ എന്റെ വീട്ടിൽ ഇത്രയൊക്കെ ആൾക്കാർ വന്ന്? അതല്ല, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ അതിന് ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കില്ല. അപ്പൊ അതിന് വന്നെയാ. നീ പറയണ്ടേ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്നല്ലേ? ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങൾ പാരലായിട്ട് മറ്റു പരിപാടി എടുത്താൽ പിന്നെ ഇതിനെ കൊണ്ട് എന്താ കാര്യം? അപ്പൊ നീ എഴുതി തുടങ്ങിയിട്ടേ ഇല്ലല്ലോ. വെറുതെ ഇങ്ങനെ ഒരു 3/4 മണിക്കൂർ ഈ നെറ്റും കളഞ്ഞിങ്ങനെ ഇരിക്കേണ്ട വല്ല ആവശ്യമുണ്ട് എനിക്ക്? റോൾ നമ്പർ 1. എന്തായടാ? ഒന്നാമത്തെ തീയതിയാ? റോൾ നമ്പർ 2. സാർ എന്തായി? സാർ 1 കഴിഞ്ഞ് 3 തുടങ്ങി. കാണട്ടെ. ഓക്കെ. അഖിൽ കെ. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ എഴുതാൻ നോക്കുന്നു. ഓക്കെ. അക്ഷയ് കൃഷ്ണ. എന്താടാ? സാർ 1 കഴിഞ്ഞ് രണ്ടാമത്തെ തുടങ്ങാം. എന്ത് പേപ്പറാണ്? രണ്ടുപേരും ഒരുമിച്ച് തന്നെയല്ലേ ഉള്ളത്? ഓക്കെ. അക്ഷയ് കൃഷ്ണ ടി. സാർ 1 കഴിഞ്ഞ് രണ്ടാമത്തെ തുടങ്ങുന്നു. കാണട്ടല്ല. കാണുന്നുണ്ടോ? പേപ്പർ കാണുന്നുണ്ട്, എഴുതിയൊന്നും കാണുന്നില്ല. അത് കറണ്ട് പോയി സാർ പെട്ടെന്ന്. ശരി. വേറെ ഏതോ പേപ്പറാണോ? അല്ല എഴുതിയിട്ടുണ്ടോ? കാര്യമായിട്ട് പറ. അല്ല 100%. ഓക്കെ. നടക്കട്ടെ. അക്ഷയ് നമ്പ്യാർ. സാർ കാണട്ടെ, പേപ്പർ കാണട്ടെ.
ഗുഡ്. അരുൺ രാജ് മൈക്കില്ല അല്ലേ? വീഡിയോ ആണാവോ അരുൺ രാജ്? വീഡിയോ നടക്കൂലേ? അക്ഷയ് കൃഷ്ണ ടി ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണേ. അരുൺ രാജ് വീഡിയോ ഇല്ല. ഗോകുൽ മുരളീധരൻ എന്താടാ പേപ്പർ ഇവിടെ? വൺ സെക്കൻഡ്. കാണുന്നുണ്ടോ? ബ്ലാങ്ക് ആയിട്ട് ബ്ലാക്ക് കളർ മാത്രമേ വരുന്നുള്ളൂ. ക്യാമറക്ക് മുമ്പിൽ എന്തോ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. ഓക്കെ 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 കണ്ടിന്യൂ.
ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്ത് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവണം. മാക്സിമം എല്ലാവരും ഇന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതേപോലെ മൊഡ്യൂൾ 4ന്റെ അസൈൻമെന്റും ഞാൻ ഇട്ടിട്ടുണ്ട്, അതും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടേക്ക് കേട്ടോ. ഓക്കെ, നമ്പർ 7, 10, 18